ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാറിൽ നിന്നും മാം മണ്ഡലേശ്വരിയായി മാറിയ മമത കുൽക്കർണിയുടെ മേലുള്ള കുറ്റാരോപണം ഇവരുടെ ഫാൻസിന്റെ ഹൃദയം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ജനങ്ങൾ താങ്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, വലിയൊരു സ്റ്റാർ ആക്കിയിരിക്കുന്നു, എല്ലാവരും താങ്കളെ ബഹുമാനിക്കുന്നു, ലക്ഷക്കണക്കിന് പേർ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. താങ്കളുടെ ഓരോ സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പക്ഷെ താങ്കളുടെ ഫാൻസ് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ താങ്കൾ പെട്ടെന്ന് അപ്രത്യക്ഷയായി, ആരോടും ഒന്നും തന്നെ പറഞ്ഞില്ല. സിനിമയിൽ ചാൻസ് താങ്കൾക്ക് കുറഞ്ഞോ എന്ന് ജനങ്ങൾ ചോദിച്ചോ? എനിക്ക് ശരിക്കും സിനിമകൾ കിട്ടണമെന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ 23 വർഷം ഞാൻ മറഞ്ഞിരുന്നത്. അതിനു മുൻപ് എനിക്ക് ഒരുപാട് പടങ്ങൾക്ക് ഓഫർ വന്നിരുന്നു, ഏതാണ്ട് 40 സിനിമകൾ. എന്റെ കയ്യിൽ 30-40 സിനിമകളുടെ ഓഫറുകൾ, അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതല്ലേ പറഞ്ഞത്, എനിക്ക് ആ 2 തവണ നവരാത്രി ചെയ്തതിൽ പിന്നെ അങ്ങനെ ചെയ്യണമെന്ന ആഗ്രഹമേ ഇല്ലാതെ ആയിപ്പോയി. പിന്നെ 2001 എൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ എനിക്ക് ബോളിവുഡിൽ തന്നെ നിൽക്കാൻ ഒരു കാരണവും ഇല്ലാത്ത പോലെയായി. പിന്നെ സഡൻലി എനിക്ക് തോന്നി ഈ ബോളിവുഡ് ഇൻഡസ്ട്രി ഇതൊരു ഭ്രമമാണെന്ന് തോന്നി, ഇതൊരു മായ പോലെ. ഇതിന് പുറകില് ദൈവം മറ്റെന്തോ വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പോലെ. ജനങ്ങൾ ഈ മായയ്ക്ക് പുറകിൽ ഇങ്ങനെ വഴിതെറ്റി ഇങ്ങനെ പോവുകയാണല്ലോ എന്ന് തോന്നി. തന്നെ ഒളിച്ചു വെച്ചിരിക്കുകയാണ് പരബ്രഹ്മം എന്ന് തോന്നി. എന്തോ ആ സമയത്ത് എനിക്ക് അങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതൊന്നും ശരിയല്ല, ഒരു ദിവസം ഇതെല്ലാം നശിക്കും, എല്ലാം നശിക്കാനാ പോകുന്നത്, നിങ്ങളത് കാണാനാ പോകുന്നത്. വഴിതെറ്റിപ്പോയോ? ഇല്ല 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 ഇല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ആരും വഴിതെറ്റിപ്പോയില്ല, ഇതും ആൾക്കാർക്ക് ആവശ്യമാണ്. ചില സമയത്തൊക്കെ ജനങ്ങൾ ഞാനിപ്പോൾ ഈയിടയ്ക്ക് കേട്ടത് എന്താന്ന് വെച്ചാ, ബോളിവുഡിനെ പറ്റി പലരും പറയുന്നുണ്ട്, സിനിമ ഗോസിപ്സ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യർക്ക് എന്തുമാത്രം സ്ട്രെസ് വരുമെന്ന് എനിക്കറിയാം. ഒരു നല്ല പാട്ട് കേട്ടാൽ തന്നെ ആ സ്ട്രെസ് എല്ലാം പറന്നുപോകും. ശരിയല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ചിലപ്പോഴൊക്കെ നമ്മളെ തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലും നമുക്ക് തോന്നാറില്ലേ? ഈ ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന ഒരു അഭ്യാസം ഉണ്ടല്ലോ, എനിക്ക് എത്രയോ തവണ തോന്നിയിട്ടുണ്ടെന്നറിയാവോ ആത്മഹത്യ ചെയ്താലോ എന്ന്. എത്രയോ തവണ ശ്രമിച്ചിട്ടുമുണ്ട്, പക്ഷേ ഞാനതിലൊന്നും ജയിച്ചിട്ടില്ല. സോ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ലോകം, ഈ ജീവിതം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പണ്ടുകാലത്തൊക്കെ സന്യാസിയാകുന്നത് വളരെ എളുപ്പമായിരുന്നു, അവരുടെ കയ്യിലൊന്നും ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ കുറെ കാര്യങ്ങൾ നോക്കണം. ആദ്യത്തെ സിനിമ തമിഴിലായിരുന്നു, പിന്നെ തെലുങ്കിലും. ഈ 2 ഭാഷയിലും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു. അക്കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട്, ആന്ധ്രാപ്രദേശിലുള്ള നെല്ലൂരിൽ മമത കുൽക്കർണിക്ക് അമ്പലം വരെ പണിതു. അപ്പോ ജനങ്ങൾ താങ്കളെ ദൈവമാക്കി, പക്ഷെ താങ്കൾ പൂജാരിയായി മാറി. നോക്കൂ, ഞാൻ ഈ ശില്പത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും ശരി, ഞാൻ ആ ആത്മീയതയിലിരുന്നാലും മഹാകാളിയുടെ ഒരു ഭാഗമായിരുന്നാലും ആ സ്വരൂപമായാലും ഒരിടത്തും എനിക്ക് വേണ്ടി പ്രതിഷ്ഠ ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ശില വെച്ചാൽ അതൊന്ന് പരാശക്തിക്ക് മാത്രമേ വെക്കാവുള്ളൂ. അതാണ് പരിപൂർണമായ സ്വരൂപം. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യം ഓർമ്മയിൽ വരാത്തത്? അതായത് പബ്ലിക് താങ്കളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം. ആദ്യത്തെ സിനിമ സെയ്ഫ് അലി ഖാന്റെ കൂടെ ആയിരുന്നു, പിന്നെ ആഷിഖ് ആവാറ, അത് ഹിറ്റായിരുന്നു. അപ്പൊ ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് താങ്കൾ ആഗ്രഹിച്ചു. അതെ, തീർച്ചയായും. അതിന് അങ്ങനെയുള്ളപ്പോൾ താങ്കൾ എങ്ങനെയാണ് പെട്ടെന്ന് കാണാതെ പോയത്, മറഞ്ഞു പോയത്? എനിക്ക് ആത്മീയതയാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതിലിപ്പോ എന്താ തെറ്റ്? ഞാനൊരു ഷോ കണ്ടിരുന്നു, അതിൽ ഷാരൂഖ് ഖാൻ പറയുകയാണ്, താങ്കളോടൊപ്പം ഒരു ഡാൻസ് ചെയ്യുന്ന സമയത്ത് കരൺ അർജുനിൽ സൽമാനും ഷാരൂഖും അവര് ചെയ്യുന്ന സ്റ്റെപ്പ് കണ്ട് താങ്കൾ അവരെ വഴക്ക് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഷാരൂഖ് ഖാൻ? ഷാരൂഖ് ആണ് പറഞ്ഞത്. അതെയോ? അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അവർ ശരിക്കും റിഹേഴ്സൽ ചെയ്തില്ലെന്ന്. ഇല്ല ഇല്ല, എന്താ നടന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് മുഴുവനായിട്ടത് പറയാം. അന്ന് എന്താ നടന്നതെന്ന് പറയാം. ആക്ച്വലി ചിന്നി പ്രകാശ് ആയിരുന്നു കരൺ അർജുൻ്റെ കൊറിയോഗ്രാഫർ. അങ്ങനെ ഷാറൂഖും സൽമാനും ഷൂട്ടിങ്ങിന് പോയി, ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഒരു 1-1.5 മണിക്കൂറിന് ശേഷം ചിന്നി പ്രകാശിന്റെ അസിസ്റ്റന്റ് വന്നിട്ട് മമത ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? മാസ്റ്റർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ മുകളിലോട്ട് പോയി. സ്റ്റെപ്സ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, സൽമാൻ ഈ സൈഡിൽ കൂടെ വരുന്നു, ഷാറൂഖ് ഈ സൈഡിൽ കൂടെ വരുന്നു. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ എന്തൊക്കെ കാണിക്കുന്നു. ഞാൻ വിചാരിച്ചു സത്യമായിട്ടും അപ്പോഴേ എൻ്റെ ഉള്ളിൽ ചണ്ടി വരും കേട്ടോ.
പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ഒന്നുമേ മിണ്ടിയില്ല, മിണ്ടാതിരുന്നു സീരിയസ് ആയിട്ട്. അപ്പോൾ രാത്രി ഏതാണ്ട് ഒരു 8 മണിയായി കാണും. ഞാൻ പോയിട്ട് മാസ്റ്ററിനോട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മമത, ഞാൻ എന്താ ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഈ 2 പേരുടെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് യു ഡു അലോൺ. ഞാൻ ചോദിച്ചു, മാസ്റ്റർ എന്തായി പറയുന്നത്? അടുത്ത ദിവസം രാവിലെ ഷൂട്ട്, ഫസ്റ്റ് ഷോട്ട് എൻ്റെ. ഫസ്റ്റ് ഷോട്ടിൽ ക്യാമറ വെച്ചു, അത് ഈ സൈഡിലോട്ട് 3 എണ്ണം. എൻ്റെ ടേക്ക് 1 തന്നെ ഓക്കെ, ഫസ്റ്റ് ഷോട്ട്. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഇവർ 2 പേരും, ഷാറൂഖ്, സൽമാൻ, അവിടെ കുറച്ച് ചെടികളുണ്ടായിരുന്നു ഇങ്ങനെ ബുഷസ് പോലെ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നത്. അവർ 2 പേരും ആ ചെടിയുടെ പുറകിൽ നിന്ന് ഇങ്ങനെ മാറി നിന്നിട്ട് അവർ ചിരിച്ചോണ്ടിരിക്കാൻ നോക്കിയിട്ട് ഞാനിങ്ങനെ ഉള്ളിനുള്ളിൽ നെക്സ്റ്റ് ഷോട്ട് അവർക്ക് 2 പേർക്കും വെച്ചു. അതെന്ത് ഷോട്ടാന്ന് ഞാൻ നിങ്ങളോട് പറയാം. അത് മുട്ടിന്റെ മുകളിലാണ്. മുട്ടിന്റെ മുകളിൽ വെച്ചിട്ടിങ്ങനെ ആങ്കൻ മേയേ എന്ന് പാടുന്നത്. 1 റീടേക്ക്, 2 റീടേക്ക്, ഇത് വീഴുന്നു, ഇത് താഴോട്ട് പോകുന്നു, അത് നിൽക്കുന്നു, ഇത് സൈഡിലോട്ട് പോകുന്നു, ഇത് ഒരു സൈഡിൽ നിന്ന് താഴെ വീഴുന്നു, ചുറ്റി 10,000 പേര് നിൽപ്പുണ്ട്. ഓരോ പ്രാവശ്യം റീടേക്ക് ആകുമ്പോൾ ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കും, അടുത്ത റീടേക്ക് വീണ്ടും ആൾക്കാർ ബഹളം വയ്ക്കും. ഇങ്ങനെ ഒരു 25 ടേക്ക് എടുത്തു. അവസാനം രാകേഷ് സാർ പാക്കപ്പ് ആയില്ലേ. ഞങ്ങളെല്ലാവരും റൂമിലോട്ട് പോയി. പിന്നെ ലാസ്റ്റ് ഈവനിങ് ഇവരെല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ തീരുമാനിച്ചു ഇവരെ ഇന്ന് വിടാൻ പാടില്ലെന്ന്. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് ഇവരെ കളിയാക്കി ഇവർ 2 മുകളിലോട്ട് ഓടിപ്പോയി, സൽമാൻ ആൻഡ് ഷാറൂഖ്. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം സ്പോട്ട് ബോർഡിൽ കൊടുത്തിട്ട് ഞാൻ പോയി. പിന്നെ എന്ത് ചെയ്യാനാ, പാട്ട് ഫുൾ എന്നെ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഇവർ 2 മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മുകളിൽ പോയി നോക്കിയാൽ സൽമാൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി ഒരുമാതിരി ചമ്മി ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് പെട്ടെന്ന് പോയി ഡോർ ലോക്ക് ചെയ്ത് അകത്ത് പോയി. പിന്നെ ഞാനങ്ങ് പോയി. അവിടെ ഇതാണ് നടന്നത്. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിരിക്കട്ടെ, അവരിൽ 2 പേരിൽ ആരാണ് കൂടുതൽ കുസൃതി? ആക്ച്വലി കുസൃതി എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാൻ തന്നെ പറയണ്ടേ. പിന്നെ എനിക്ക് പങ്ക്ച്വാലിറ്റി വളരെ കൂടുതലാണ്. ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. ബോളിവുഡിൽ 15 വർഷം ഞാൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും എനിക്ക് 6 മണിയുടെ ഷിഫ്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ 5:30 മണിക്ക് ഞാൻ ഫുൾ മേക്കപ്പോടെ അവിടെ ഉണ്ടാവും. ഞാൻ 5:30 മണിക്ക് പോകുമ്പോൾ സൽമാന്റെ റൂം എൻ്റെ അടുത്ത് തന്നെയായിരിക്കും. അദ്ദേഹം ഇങ്ങനെ വരും, എന്നിട്ട് എന്നെ നോക്കും. അയ്യോ പെട്ടെന്ന് ശ്രീദേവി പോയി പെട്ടെന്ന് ഓടി വാ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. ഞാനാണെങ്കിൽ ജസ്റ്റ് ഷട്ട് സൽമാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. താങ്കൾ വളരെ വലിയൊരു സ്റ്റാർ ആയിരുന്നു, പക്ഷേ ഘാതക്കിൽ ഒരു ഐറ്റം ഡാൻസ് ചെയ്തല്ലോ. അതെ. അതിന്റെ കാരണം? ആരോ വന്നു പോയി എന്നുള്ളൊരു പാട്ട്. അതെ, ആ പാട്ട് തന്നെയാ, കറക്റ്റ്. ആക്ച്വലി എന്താ നടന്നെന്ന് വെച്ചാൽ ഭരത് ഷാന്റെ മകന്റെ വെഡ്ഡിങ് നടക്കുന്നു. അപ്പം ഞാൻ, ഷാറൂഖ്, അമീർ, ഞങ്ങളൊരു 12 ഷോസിന് വേണ്ടിയിട്ട് 1 മാസത്തെ വേൾഡ് ടൂർ പോകാനിരിക്കുക. അപ്പോൾ കരിമുറാനി അലിമുറാനി പറഞ്ഞു, മമത നമുക്കൊരു ട്രയൽ ഷോ നടത്താം ജർമ്മനിയിലെ ജനങ്ങൾക്ക് മുൻപിൽ. ഞാൻ പറഞ്ഞു ഓക്കെ, ഡൺ. അങ്ങനെ ഷോ നടന്നു. പിന്നീട് ആ ഷോ കണ്ടിട്ട് എൻ്റെ ഡയറക്ടർ രാജ്കുമാർ സന്തോഷി, അദ്ദേഹത്തിനത് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഷൂട്ടിംഗ് കമാലിസ്ഥാനിലായിരുന്നു. ഇങ്ങനെ കിതച്ചോണ്ട് രാജ്കുമാർ സന്തോഷി വന്നു. മമത, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുണ്ട് ഘാതക്, അത് 7 വർഷമായിട്ട് പെട്ടിയിലിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ മീനാക്ഷി ശേഷാദ്രി. മീനാക്ഷിയുടെ കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വാങ്ങിക്കാൻ ബയേഴ്സ് ഇല്ല. അപ്പോൾ ഘാതകിൻ്റെ പാട്ടെടുത്തിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. സോ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. അത് കഴിഞ്ഞു. ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് മുന്നാടി ഏതെങ്കിലും സ്റ്റാർ ആക്ട്രസ് അങ്ങനെ ഒരു ഐറ്റം സോങ് ചെയ്തിട്ടുണ്ടോ. എനിക്കെന്തോ സ്റ്റേജിൽ ഷോ ചെയ്യുന്ന പോലെ തോന്നിയുള്ളൂ. അതിന്റെ ഷൂട്ടിംഗ് അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ആ പാട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. 5-6 ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. എന്റെ വേൾഡ് ടൂറിന്റെ ആക്ടും ഇങ്ങനെ തന്നെയായിരുന്നു. സമസോൾട്ട് ഉണ്ടാവും, വിൻമിൽ ഉണ്ടാവും. പിന്നെ അക്ഷയ് കുമാറും ആ സമയത്ത് താങ്കളോടൊപ്പം ഒരു സിനിമ ചെയ്തിരുന്നു, അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം അക്ഷയ് കുമാർ വലിയൊരു സ്റ്റാറായി മാറി. അതെ. സിനിമയുടെ പേര് സബ്സെ ബഡാ ഖിലാഡി. പിന്നെ അമീർ ഖാൻ, അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ്. അദ്ദേഹത്തോടൊപ്പം ബാജി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സീൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഞാനും ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അദ്ദേഹം 25 പ്രാവശ്യം ചെയ്യും, ഞാൻ 1-2 പ്രാവശ്യം കൊണ്ട് തീർക്കും. സോ മൈ പോയിന്റ് ഇസ്, ഞാൻ 1 ടേക്ക് കൊണ്ട് തീർക്കും, മാക്സിമം 2 ടേക്ക്. തേർഡ് ആയിപ്പോയാൽ എനിക്ക് ആക്ടിങ് ചെയ്യുന്ന പോലെ തോന്നും.
പിന്നെ ഒരു പ്രാവശ്യം താങ്കളുടെ അടുത്ത് മിഥുൻ ദാ വന്നിരുന്നു. അതെ അതെ അതെ, അദ്ദേഹം അഭിനയിച്ച ഏതാണ്ട് 40ഓളം സിനിമകൾ ഫ്ലോപ്പായി. പിന്നെ എന്നെ കാണാൻ വന്നു. പിന്നെ എന്നോട് ചോദിച്ചാല് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. മിഥുൻ ദാ ഇസ് വെരി വെരി ലെജൻഡ്. ചില ആളുകളുടെ കൂടെ സിനിമ വെറുതെ ഹിറ്റാവാൻ വേണ്ടി മാത്രം ചെയ്യാൻ പാടില്ല, സ്വാർത്ഥത മാറ്റിവെക്കണം, ഓക്കെ പറയണം. അതിലൊരാളാണ് മിഥുൻ ദാ. മറ്റൊരാളാണ് ദേവ് സാർ. ദേവ് സാറിന്റെ കൂടെ ഞാൻ 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പലരും എന്നോട് പറഞ്ഞു ദേവ് സാറിനോട് സിനിമ ചെയ്യരുത്, ഓടില്ല എന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. എവറി ടൈം ഇസ് നോട്ട് അബൌട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സംടൈംസ് യു ഹാവ് ടു വർക്ക് ഫോർ ലോസ്, നോട്ട് ജസ്റ്റ് ടു ബി ഇൻ അസോസിയേഷൻ വിത്ത് പീപ്പിൾ. ദേവ് സാർ പോയി, ആ അനുഭവം ആർക്ക് കിട്ടും? പക്ഷെ ഒരു മെമ്മറി ഉണ്ട്. അദ്ദേഹം വളരെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ ന്യൂയോർക്കിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പുതിയൊരു സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. സാർ, താങ്കളുടെ സിനിമ ആരും കാണുന്നില്ല, പിന്നെ എന്തിനാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഉത്തരം ഞാൻ കാണുമല്ലോ എന്ന്. കറക്റ്റാണ് പറയുന്നത്. അതുവരെ ഞാനും പറയാൻ വന്നത്. ഞാൻ പറഞ്ഞു ദേവ് സാർ ഒരു ലെജൻഡാണ്. അദ്ദേഹം ഒരു ലെജൻഡ് ആയിരുന്നല്ലോ. അപ്പോ ദിലീപ് കുമാർ, രാജ് കപൂർ, അതെ, രാജ് കപൂർ. പിന്നെ താങ്കൾ ദേവ് സാറിന്റെ കൂടെ അഭിനയിച്ച സിനിമയൊന്നും നന്നായിട്ട് ഓടിയില്ലേ? ഓടിയില്ല. ആരുടെ കൂടെ ഓടിയില്ല. എല്ലാരും ജോലി ചെയ്തു, രേഖാജി, എല്ലാരും. അതൊന്നും ഓടാതെ പിന്നെ എങ്ങനെ എന്റെ കൂടെയുള്ള പടം ഓടുന്നത്? അവരൊക്കെ ലെജൻസ് ആണ്. മിഥുൻ ദായും ലെജൻസ് ആണ്. വലിയൊരു കോൺട്രവേഴ്സി വന്നിരുന്നു. താങ്കൾ സ്റ്റാർ ഡെസ്കിന് വേണ്ടി ഒരു കവർ പിക്ചർ നൽകിയിരുന്നു. അത് ഓൾമോസ്റ്റ് സെമി ന്യൂഡ് ആയിരുന്നു, അതായത് ടോപ്ലെസ് എന്നും പറയാം. ഓക്കെ, താങ്കളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആ ഫോട്ടോ എനിക്ക് കാണിക്കാൻ സാധിക്കും? വേണ്ട വേണ്ട വേണ്ട, കാണിക്കും. അല്ലേ, വേണ്ടേ? ഈ സ്റ്റാർ ഡെസ്റ്റിന്റെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നപ്പോ അവര് ഡെമി മൂറിന്റെ ഫോട്ടോസും കൊണ്ടാ വന്നത്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ സത്യമായിട്ടും അതിൽ അശ്ലീലമായിട്ട് ഒന്നും തന്നെ ഇല്ല. ബിക്കോസ് ആ സമയത്ത് ഞാൻ വളരെ ഇന്നസെന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് 9th സ്റ്റാൻഡേർഡിലായിരുന്നു. ആൻഡ് അപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്, ഐ എം സ്റ്റിൽ എ വെർജിൻ എന്ന് പറഞ്ഞിട്ട്. അത് ആളുകൾക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാവരുടെയും വിചാരം ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് വേണം ചെയ്യും, അങ്ങനെയല്ലേ. അങ്ങനത്തെ ആൾക്കാർ വരുന്നുമുണ്ട്, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ബോളിവുഡിൽ വന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നിരിക്കാം അതിനുവേണ്ടി ബോളിവുഡിൽ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഞാൻ നല്ല വീട്ടിൽ നിന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ 35 വർഷം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടിരുന്ന ആളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. പക്ഷേ ഒന്ന്, ഡെമി മൂർ, അവരുടെ ഒരു പോസ് ഇങ്ങനെയായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ, ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് സെക്സ്. എനിക്ക് സെക്സിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലായിരുന്നുകൊണ്ട് ഐ ഡിഡ്ന്റ് നോ വാട്ട് ന്യൂഡിറ്റി വാസ്, വാട്ട് ഈസ് അശ്ലീലം. നോക്കൂ, ഞാൻ സെക്ഷുവലി കോൺഷ്യസ് ആകാത്തത് വരെ നമ്മുടെ ഉള്ളിൽ ഈ സെക്ഷൽ കോൺഷ്യസ്നെസ് വരുമ്പോഴാണ് നമ്മളതിനെ അയ്യേ ശീശി എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് യു ആർ കണക്ടിങ് ഇറ്റ് ടു ദറ്റ് ന്യൂഡ് ബോഡി. ആ തുണിയില്ലാത്ത ശരീരത്തിനെ നിങ്ങൾ ഛീ എന്ന് പറയും. ബിക്കോസ് യു ആർ സീയിങ് സെക്സ് ദയർ. ക്യാൻ യു ബിലീവ് മീ, ലാസ്റ്റ് 23 years ഐ ഹാവ് യൂട്യൂബ് ഓൺ മീ. പക്ഷെ ഞാൻ പോർണോഗ്രാഫി കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ഫോട്ടോ പോലും എൻ്റെതില്ല. എന്നെപ്പറ്റി ഒരിടത്തും ഒന്നുമില്ല. അങ്ങനെ കാണുമെന്ന് പോലും. താങ്കൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ലിറിക്സ് ആണോ താങ്കളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്? അല്ല അല്ല, ആക്ച്വലി നിങ്ങൾ ഡാൻസറിനോട് ചോദിച്ചു നോക്കൂ, ഏത് ഡാൻസറായാലും ശരി. നിങ്ങൾ മാധുരി മാമിനോട് ചോദിക്കൂ, ഇല്ലെങ്കിൽ യൂണിവേഴ്സൽ ആരോട് വേണമെങ്കിലും ചോദിക്കൂ. ആരും തന്നെ ലിറിക്സ് ശരിക്കും കേൾക്കാറില്ല. ഞങ്ങളങ്ങനെ ലിറിക്സ് ശ്രദ്ധിക്കാറില്ല. ഡാൻസേഴ്സ് ഗോ ഫോർ സ്റ്റെപ്സ്. അപ്പം ഞാൻ ഈ പാട്ട് മോളിലാണ് ഉറങ്ങിയത്, നിന്നെ വിചാരിച്ചുകൊണ്ടാണ് ഉറങ്ങിയത്, ഈ പാട്ട് എന്താണ്, ഒറ്റപ്പെടൽ എന്ന് വെച്ചാൽ എന്താണ്, ഉരുകുന്നെന്ന് വെച്ചാൽ എന്താണ്, പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും എനിക്കറിയില്ല. എനിക്ക് ആവശ്യം സ്റ്റെപ്സ് മാത്രമാണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കും, ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കും. എങ്ങനെ ചെയ്യണം, അതാണ് ഞങ്ങൾ 15-20 പ്രാവശ്യം ചെയ്യുന്നത്. അങ്ങനെയാ നടക്കുന്നത്. ഞാൻ മറ്റൊരു പാട്ട് കൂടി പറയാം. പറയൂ. ऊपर से ये सर्दी, बेदर्दी कैसे रात बिताएं, आओ दोनों एक चादर में सो जाएं. ഇപ്പോൾ ഒരു 7-8 വയസ്സുള്ള കുട്ടികളോട് പറഞ്ഞാലേ ഐ എം സെക്സിന്ന്, തീരെ ചെറിയ കുട്ടികൾക്ക് എന്തറിയാൻ പറ്റും സെക്സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അത്രേ ഉള്ളൂ. അവരതെന്തോ മന്ത്രമാണെന്ന് വിചാരിച്ചോളും. അവരേതോ ഒരു മന്ത്രം, പാട്ട് ഇങ്ങനെയാണ് പാടേണ്ടതെന്ന് വിചാരിച്ചോളും. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ അവരുടെ റൈംസ് ആണെന്ന് വിചാരിച്ചോളൂ. എന്തിനാ ബോളിവുഡിൽ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. പാടുന്നത് ഒരാള്, ഡാൻസ് ചെയ്യുന്ന വേറൊരാള്. ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ പാട്ട് തരും. സോ ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയി കഴിയുമ്പോൾ അവിടെ ക്യാമറയും ലൈറ്റ്സും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അവിടെ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഏത് പാട്ടാണ്, എന്ത് ലിറിക്സ് ആണ്, ആര് നോക്കുന്നു.
അതിനുള്ളിൽ അതെല്ലാം തീരും, ആഹാരം വരെ കഴിച്ചു കഴിയും. ഞാൻ അവിടെ പോയി സ്റ്റെപ്സ് മാത്രം ചെയ്യും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? 900 चूहे खा के बिल्ली हज को चली। അതെ അതെ. നോക്കൂ നോക്കൂ നോക്കൂ, അറ്റ്ലീസ്റ്റ് ഞാൻ ഹജ്ജിനെങ്കിലും പോയിട്ടുണ്ടല്ലോ. 900 അല്ല 1000 അല്ല 5000 എന്ന് വേണമെങ്കിലും പറഞ്ഞോളൂ. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഹജ്ജിന് പോയല്ലോ. ഗൗതമബുദ്ധൻ പറഞ്ഞതുപോലെ ആണിനും പെണ്ണിനും ഒക്കെ ഒരേ നിയമം തന്നെയാണ്, അതിൽ ഒരു പക്ഷപാതവും ഇല്ല. ആരും സിദ്ധാർത്ഥ് ബുദ്ധനായി കഴിഞ്ഞതിന് ശേഷം ചോദിക്കില്ല, സിദ്ധാർത്ഥ് നിന്റെ അച്ഛൻ നിന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറക്കി വിടുന്നതിന് മുൻപ് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കവർന്നതെന്ന്. എന്നിട്ട് ഒരാൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? അവർക്ക് പൈസ നിറയെ കൊടുക്കും, സുന്ദരികളായ സ്ത്രീകളെ കൊടുക്കും, കാരണം അവരിവിടുന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ് ആയിരക്കണക്കിന് പാവങ്ങളെ കഴിച്ചു കാണുമല്ലോ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനുള്ളിൽ വെച്ച്. പക്ഷെ അദ്ദേഹം ബുദ്ധനായതിനു ശേഷം ആരും ഇത് അദ്ദേഹത്തിനോട് ചോദിക്കില്ല. പക്ഷെ ഒരു സ്ത്രീ ഒരു സന്യാസിനിയായിട്ടിരിക്കുമ്പോൾ അവളോട് മാത്രം എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? പാസ്റ്റിൽ നീ എത്ര എലികളെ കഴിച്ചു എന്നൊക്കെ. ഞാൻ കഴിച്ചിട്ടുണ്ട്, അത് 23 വർഷത്തിന് മുമ്പായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് ബ്രഹ്മചാരിണി വ്രതം എടുത്തത് 12 വർഷം, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ശുദ്ധമാവാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ആ തപസ് ചെയ്തത്. എല്ലാ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എന്താ പറയുന്നത് വെച്ചാൽ, നീളമുള്ള മുടി, നല്ല കണ്ണുകൾ, ഇവരൊരു ഹിറ്റ് മെഷീൻ ആണെന്ന്. പക്ഷെ അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് താങ്കൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിട്ടുണ്ട്, മമതാജി നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്, ബാബാസിന്റെ കൂടെ പോയി ചേർന്നല്ലോ എന്ന്, നിങ്ങളായിട്ട് എന്നെ നിങ്ങളെ നശിപ്പിച്ചല്ലോ എന്നൊക്കെ, ഞങ്ങൾക്ക് നിങ്ങളെ കരൺ-അർജുൻ 2 കാണണമല്ലോ, നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. താങ്കൾ അവരുടെ വാക്കുകൾ എന്തെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാല് നെയ്യായി കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനി പറ്റില്ല. താങ്കൾ എന്തെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തല്ലോ, ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തല്ലോ, ഇങ്ങനെയൊക്കെ ഡാൻസ് കളിച്ചല്ലോ എന്നൊക്കെ? ഇല്ല, ആ സമയത്ത് എനിക്കതായിരുന്നു ശരി. അപ്പോ വയസ്സൊരു പ്രശ്നമാണ്. യൗവനത്തില് അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യണം. അത് നമ്മൾ കംപ്ലീറ്റ്ലി എന്തോ പറയുമല്ലോ, ഭൗതികത്തിൽ മുഴുവനും ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്യാസത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓഡിയൻസിന് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ മുംബൈയിൽ നിന്ന് വന്ന് വലിയൊരു നടിയായി, ഇപ്പോൾ നിങ്ങൾ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ്. സോ ഈ 2 ലൈഫുകളിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഈ 2 ലൈഫുകളിലെയും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ. ഈശ്വരനെ കൊടുക്കാൻ 23 വർഷമൊക്കെ വളരെ ചെറുതാണ്. പിന്നെ എനിക്ക് അഭിഷേകം ചെയ്യുന്ന സമയത്ത്, പട്ടാഭിഷേകം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു. ജനങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യുകയാണെന്ന് തോന്നി. പക്ഷെ അല്ല. ഇപ്പം ഞാൻ ഭഗവാന്റെ പാട്ട് പാടിയില്ലേ, അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭക്തിയുടെ കണ്ണീരാണ്. നോക്കൂ, ഞാൻ ഇപ്പോഴും കരയുന്നുണ്ട്. ഈശ്വരന് വേണ്ടി നമുക്ക് കരയാം. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഞാൻ ഈശ്വരനെ ഓർത്ത് എന്തിനാണ് കരയുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അച്ഛനും അമ്മയെക്കാളും നമ്മൾ ആരെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഭക്തിയിൽ നമ്മൾ ഒന്നായി അങ്ങ് ഇഴുകിച്ചേരണം. നമ്മൾ ശരിക്കും കുരുടന്മാരാണ്, വിഡ്ഢികളാണ്, വഴിതെറ്റിപ്പോയവരാണ്. ദൈവം നമ്മളോട് സ്നേഹം കാണിക്കും, നമ്മളെ വഴി നടത്തും. ശരിക്ക് നിങ്ങൾക്ക് ആലോചിച്ചു പോലും നോക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ 23 വർഷം സമർപ്പിച്ചു. എനിക്ക് പേടിയുണ്ട്, എല്ലാവരും ഞാൻ മഹാമണ്ഡലേശ്വർ ആയതുകൊണ്ട് എതിർക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഭയപ്പെടുന്നു, കാരണം അവർ ദൈവത്തിനെ ഭയക്കുന്നവരാവണം. അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇനി ഞാൻ ഏതൊക്കെ ശക്തിയാണോ പൂജിച്ചത്, ആ ശക്തി നിങ്ങളോട് ക്ഷമിക്കുമോ എന്ന് എനിക്കറിയില്ല.